കാഴ്ചകളിലെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹരിയാനയുടെ നൈറ്റ് ലൈഫിന്റെ വൈബ് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് ഞാൻ. എൻ്റെ ചുറ്റും കാണുന്നത് ഒരു പിടി അടിപൊളി റെസ്റ്റോറൻറ്റും ക്ലബ്സും പബ്സും ഒക്കെയാണ്. അപ്പം ഇവിടെ ഒത്തിരിയധികം കാര്യങ്ങളുണ്ട്. ഇവിടെ മനുഷ്യന്മാർ ഭക്ഷണം വിളമ്പാത്ത ഒരു റെസ്റ്റോറൻറ്റ് വരെയുണ്ട്. എന്താണ് കാഴ്ചകൾ, എന്താണ് വിശേഷങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? എല്ലാ സ്ഥലത്തേക്കും ഞാൻ നിങ്ങളെ കൊണ്ടുപോകും. സുഖമാണ്. ഞാനിപ്പോൾ എവിടെയാണെന്നറിയോ? സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന, തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിനിലാണ് ഭക്ഷണം കൊണ്ടുവരുന്നത്. മറ്റെങ്ങുമല്ല, ഗുരുഗ്രാമിലുള്ള ട്രെയിൻ റെസ്റ്റോറൻറ്റിലാണ് ഞാനിവിടെ ഉള്ളത്. ഇവിടെ നമ്മൾ ഓർഡർ കൊടുക്കുന്നു, അപ്പോൾ സൈഡിൽ കൂടെ ഒരു ട്രെയിനിലൂടെയാണ് ഭക്ഷണം നമ്മൾ ടേബിളിലെത്തുന്നത്. അതായത് വെയിറ്റേഴ്സ് ഇല്ല, ഓർഡർ എടുത്തിട്ട് ഭക്ഷണം കൊണ്ടുവരുന്നത് ട്രെയിനാണ്. അതുകൊണ്ടാണ് ഈ റെസ്റ്റോറൻറ്റിന് ഇങ്ങനത്തെ പേര് വന്നിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, നോർത്തേൺ റെയിൽവേ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കുറേ ട്രെയിനിൻ്റെ പടം വെച്ചിട്ടുണ്ട്. ഒത്തിരിയധികം സ്റ്റേഷൻസിൻ്റെ പേരുണ്ട്. അപ്പം നമ്മൾ ഏത് സ്റ്റേഷനിലാണോ ഇരിക്കുന്നത് ആ സ്റ്റേഷനിലേക്ക് ഫുഡ് വരും. അപ്പം ഞാനും ഒരു സ്റ്റേഷനിൽ പോയിരുന്ന് ട്രെയിനിലെ ഭക്ഷണം ഒന്ന് ട്രൈ ചെയ്യാം. ഗോരഖ്പൂർ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എന്താണെന്ന് മനസ്സിലായില്ല. നേരത്തെ നമ്മൾ ട്രെയിൻ റെസ്റ്റോറൻറ്റിൽ പല പല സ്റ്റേഷനുണ്ട്. അപ്പോൾ ഗോരഖ്പൂർ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ ചൂസ് ചെയ്ത് ഞാനിവിടെ വന്നിങ്ങനെ ഇരിക്കുവാണ്. എന്താ നമ്മളൊന്ന് ഓർഡർ ചെയ്യുക? ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ഇവിടുത്തെ ചേട്ടൻ വിളിക്കാം. ചേട്ടാ അല്ല സോറി, ഭയ്യ പ്ലീസ് കം. നാട്ടിലാച്ചിട്ട് ഭയ്യാന്നല്ലാണ്ട് ചേട്ടാന്ന് വാങ്ങി വന്നു. सो भैया ये होटल से क्या स्पेशल डिश? अपना स्पेशल डिश है जैसे है पनीर हनी चिली डो है, एंड वेज स्टफ गलोटी कबाब है, दही कबाब है, नॉर्थ इंडियन एंड स्पेशल. नॉर्थ इंडियन डिश स्पेशल. जैसे नॉर्थ इंडियन में है आपका हांडी नवाबी पनीर हो गया, नरगिसी कोफ्ता हो गया, येलो धुआं पनीर हो गया जो स्मोकिंग करते हुए आएगा सिजलर पे, एंड आपका ब्रेड्स में हो गया आपकी जंगली रोटी एंड स्पाइसी चीज नान. ओके. ये नॉट अपना जो बेस है ये ट्रेन रेस्टोरेंट का है. बाय ऑर्डर एंड सब वेज प्योर 100% वेजिटेरियन है. अपना एक ऐप है, उस ऐप के द्वारा हम ऑर्डर लिया जाता है. जैसे कस्टमर जो भी आएंगे हम उनसे ऑर्डर लेंगे, मोबाइल द्वारा हम ऑर्डर लेंगे और ऑटोमेटिक ऑनलाइन पंच होगा. वहाँ से एंड प्लेट्स होकर खाना बनना के जो भी ट्रेन पे आएगा, ट्रेन से एंड बाय टेबल सर्विस होगी. यहाँ पर एक सर्वर खड़ा रहेगा, वो हैंड सर्विस करेगा. ओके. ऑल फूड एंड ट्रेन से ही आएगा. ट्रेन से ഈവൻ വാട്ടർ ടു. ഓക്കെ. അപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കുറേ സ്പെഷ്യൽ ഡിഷസിൻ്റെ പേരാണ് എനിക്കിപ്പോൾ പറഞ്ഞു തന്നത് ചേട്ടൻ. ഒത്തിരിയധികം ഡിഷസിൻ്റെ പേര് പറഞ്ഞു. അതിൽ നിന്ന് ഞാനിനി ചൂസ് ചെയ്യണം. അപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് ഭക്ഷണമാണെങ്കിലും അത് ട്രെയിനിലാണ് വരുന്നത്. ആൻഡ് ഇവിടെ വന്നിട്ട് നമ്മൾ ഹാൻഡ് വെച്ചിട്ട് നമ്മൾ കൈ വെച്ചിട്ട് സെർവ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഞാൻ എന്തായാലും ഓർഡർ ഒന്ന് തീരുമാനിച്ചിട്ട് പറയാം കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു ഇത് സിംഗപ്പൂർ നൂഡിൽസ് ആണെന്നാണ് തോന്നുന്നത്. ബിക്കോസ് ഐ കൻ സീ നൂഡിൽസ് കാണുന്നുണ്ട്. ഞാൻ ആദ്യം ഓർഡർ ചെയ്തത് നൂഡിൽസ് ആയിരുന്നു. ഞാൻ ഇവരെ മെനു കാർഡൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നപ്പോഴായിരുന്നു ഫുഡ് വന്നത്. ഇതും ഒരു ട്രെയിനിൻ്റെ രൂപത്തിലാണ്. ഞാൻ വേറെയും ഡിഷസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതും കൂടെ വരാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ ട്രെയിൻ ഇതെന്നെ റിവേഴ്സും പോകും. യെസ്. അപ്പോൾ ട്രെയിൻ റെസ്റ്റോറൻറ്റിലെ സ്പെഷ്യലായിട്ടുള്ള സിംഗപ്പൂർ നൂഡിൽസാണ് ഞാൻ ആദ്യം തന്നെ ട്രൈ ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇത് പൈനാപ്പിളിൻ്റെ പീസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും
ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഫ്രൈഡ് ആയിട്ടുള്ള പനീറിൻ്റെ പീസ കേട്ടോ, കണ്ട. ഈ പനീറിൻ്റെ പീസ് ഉണ്ടല്ലോ, ഈ ചട്നിക്കകത്ത് മുക്കി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഈ സിംഗപ്പൂർ നൂഡിൽസ് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. സ്പൈസിയുമാണ്, അറ്റ് ദ സെയിം ടൈം ആ ഒരു ഫ്ലേവർ നല്ലപോലെ കിട്ടുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നൂഡിൽസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂഡിൽസ് കുറച്ചുകൂടെ തിന്നാണ് കേട്ടോ. ഓക്കെ, എൻ്റെ അടുത്ത ഡിഷ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേര് യെല്ലോ മുവാൻ പനീർ എന്നാണ് തോന്നുന്നത്. ഇതൊരു സിസിലർ ഡിഷാണ്, അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് പുക വരുന്നത് നിങ്ങൾ കണ്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി അത് ടേസ്റ്റ് ചെയ്യാം. എൻ്റെ ദൈവമേ, എന്തോ ഒരു ഫുഡല്ലേ ഞാൻ കഴിക്കുന്നത്. ഇത് കൊള്ളായിരുന്നു കേട്ടോ. അപ്പം സിംഗപ്പൂർ നൂഡിൽസ് ഒരു മാത്രം കഴിക്കാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സ്പൈസിയാണ്, എന്നാൽ ഓവറായിട്ടുള്ള എരിവുമില്ല. ഇത്തിരി ഹെവിയാണ്, നന്നായിട്ട് അവരത് ഗാർണിഷൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്, ആവി വറക്കുന്ന കണ്ടില്ലേ. ഇത് മൊത്തം ഇങ്ങനത്തെ ഗ്രേവിയാണ്, സ്പൈസി ആയിട്ട്, ഭയങ്കര സ്പൈസി ആട്ടോ. ഇത് നല്ല സ്പൈസിയുമാണ്, അതേപോലെ തന്നെ നല്ല ചൂടുമുണ്ട്. അപ്പോൾ പെട്ടെന്ന് എടുത്തിട്ട് കഴിക്കരുത്, നമുക്ക് ചൂട് മാറ്റാനൊരു ഇത് തക്കാളി ആട്ടോ, ഞാനത് വാട്ടർ മെലനാണ്. കുഴപ്പമില്ല. എന്തായാലും എൻ്റെ ഫേവറേറ്റ് ഈ സിംഗപ്പൂർ നൂഡിൽസാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊരു വായോടെ കഴിക്കാൻ ഞാൻ. അപ്പോഴത്തേക്കും എന്താ എൻ്റെ അടുത്ത ഡിഷ് വന്നു. ഓക്കെ, ഇത് റോട്ടി ആട്ടോ, ജുംഗ്ലി റോട്ടി എന്നാണ് ഈ ഒരു റോട്ടിയുടെ പേര്. കണ്ട, ഇതിനകത്ത് നിറയെ വെജിറ്റബിൾസ് ഒക്കെ സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള ഇവരുടെ ഒരു സ്പെഷ്യൽ റോട്ടിയാണ്. റെയിൽവേ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന ഒരു സ്പെഷ്യൽ മെനു ആണ് ജുംഗ്ലി റോട്ടി. ഈ റെസ്റ്റോറൻറ്റ് കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആണ്, എന്നാലും ഇവിടെ ഓൾ വെറൈറ്റീസ് ഓഫ് ഫുഡ് കിട്ടും. ഇപ്പോൾ ഇത് തന്നെയാണെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു കോണ്ടിനെൻ്റൽ ഡിഷാണ്. ഇത് പക്ക നമ്മുടെ ഇന്ത്യൻ ഡിഷാണ്. സോ ഇറ്റ്സ് വെരി നൈസ്. ലൈക്ക് വെജിറ്റേറിയനിലായാലും പല 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 വെറൈറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് രണ്ടോട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ. പിന്നെയും ആദ്യം എനിക്ക് ഇതായിരുന്നു, പക്ഷെ ഇത് മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ ഇതാണ് ഏറ്റവും അടിപൊളി, സൂപ്പറായിട്ട്. അങ്ങനെ ഞാൻ എൻ്റെ ജുംഗ്ലി റോട്ടി ഇതേ മൊത്തം തീർത്തു.
ഇനി ഒരു പീസും കൂടെ ഉണ്ട്. അപ്പം ഞാനിത് മുഴുവൻ തിന്ന് തീർക്കട്ടെ. ഞാനപ്പം ഇതാണ് ആദ്യം തിന്നാൻ പോകുന്നത്, എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് കിടക്കാം. അപ്പം എന്തായാലും നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഈ ട്രെയിൻ റെസ്റ്റോറൻറ്റിൽ വരിക. കാരണം ഇതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഈ ട്രെയിൻ ഇതുവഴി വന്ന് നമ്മൾ സത്യം പറഞ്ഞാൽ നമുക്ക് മനുഷ്യന്മാരാണല്ലേ വിളമ്പി തരാം. അതായത് ഒന്നെങ്കിൽ നമുക്ക് അമ്മ ഫുഡ് കൊണ്ട് തരും, അല്ലെങ്കിൽ പെങ്ങൾ ഫുഡ് കൊണ്ട് തരും, ഭാര്യ ഫുഡ് കൊണ്ട് തരും, അല്ലെങ്കിൽ ഇപ്പം കാമുകി ഫുഡ് കൊണ്ട് തരും. അയ്യോ ഞാനങ്ങനെ ജെൻഡർ ഇതായിട്ട് പറയുന്നില്ല, അല്ലെ അച്ഛനും അങ്കിളുമാരൊക്കെ നമുക്ക് വിളമ്പാറുണ്ടല്ലോ. അപ്പം ഇപ്രാവശ്യം പക്ഷേ ഇത് ആരുമല്ല ഫുഡ് കൊണ്ട് തന്നത്, ട്രെയിനാണ്. അതുകൊണ്ട് ഒരു ഫുഡിന് പ്രത്യേക രുചിയുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ജുംലി റൊട്ടി കഴിക്കട്ടെ ഗൈസ്. ട്രെയിൻ കൊണ്ട് തന്ന ഫുഡല്ലേ മുഴുവൻ കഴിക്കാണ്ടിരിക്കണേ എങ്ങനെ? അപ്പം നിങ്ങളെന്തായാലും ഹരിയാനയിൽ വരുവാണ്, നിങ്ങൾ ഈ ലേസർ സ്ട്രീറ്റ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് ട്രെയിൻ റെസ്റ്റോറൻറ്റിൽ വരണം. കാരണം ഒരു കംപ്ലീറ്റ് ടോട്ടൽ എക്സ്പീരിയൻസ് ആണ്. കാരണം ട്രെയിനാണല്ലോ ഫുഡ് സെർവ് ചെയ്യുന്നത്. അത് മാത്രമല്ല വെജിറ്റേറിയൻ ആണ് ഇവിടെയെങ്കിലും ഒരു എന്താ പറയുക, കോണ്ടിനെൻ്റൽ വേണോ, ഇന്ത്യൻ ഡിഷ് വേണോ, കംപ്ലീറ്റ് വെറൈറ്റീസ് ഓഫ് വെജിറ്റേറിയൻ ഡിഷസ് ഇവിടെ ഉണ്ട്. ലൈക്ക് ഐ എം നോട്ട് എ ബിഗ് ഫാൻ ഓഫ് പനീർ. ഞാൻ പനീറിൻ്റെ അത്ര വലിയൊരു ഫാൻ അല്ല, പക്ഷേ ഇവിടുത്തെ പനീറിൻ്റെ എല്ലാ ഡിഷസും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അപ്പം ഡു ചെക്ക് ഔട്ട് ട്രെയിൻ റെസ്റ്റോറൻറ്റ് നമ്മുടെ സ്വന്തം ഹരിയാനയിൽ. അപ്പം ഞാൻ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പുറത്തേക്ക് പയ്യെ ഇറങ്ങട്ടെ. ഇവിടെ നൈറ്റ് ലൈഫ് ഭയങ്കര അടിപൊളിയാണെന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ആ രാത്രി കാഴ്ചകളിലേക്ക് ഒരുമിച്ച് പോവാം. ഓക്കെ, അപ്പോൾ ഹരിയാനയിൽ വന്നപ്പോൾ സ്വീറ്റ് പാൻ കഴിക്കാനായിട്ട് ഒരു കൊതി. അതായത് ഇതിൽ മറ്റേ ടൊബാക്കോ മാതിരിയുള്ള സാധനങ്ങളൊന്നും ഇൻവോൾവ് അല്ല കേട്ടോ. ഇത് വെറുതെ നമുക്ക് ആർക്ക് വേണേലും കഴിക്കാവുന്ന സംഭവമാണ്. മീത്ത പാൻ എന്നാണ് പറയുന്നത്. വെറും മീത്ത പാൻ അല്ല, ഫയറുള്ള മീത്ത പാൻ. അപ്പോൾ അതാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. വായിൽ നിന്ന് തീ പറക്കും ഗൈസ്. ഫയർ പാൻ, മീത്ത പാൻ. ഓക്കെ, സംഭവത്തിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ല, ഇവരെന്തൊക്കെയാണ് തേക്കുന്നതെന്നും. भैया ये क्या है? ये चटनी है मैडम. चटनी. ओके, ये पत्ता और चटनी ചട്നി എന്തൊക്കെയോ ചട്നിയാണെന്നാണ് പറയുന്നത്. ഞാനെന്തായാലും മീത്താപ്പാനാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അതാകുമ്പം കുഴപ്പമില്ലല്ലോ, ലൈക്ക് ഹെൽത്തിന് വലിയ സീനൊന്നുമില്ല, സേഫ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സോ ഞാൻ അതാണ് കഴിക്കുന്നത്. ഇതെന്താ? ഏ ക്യാ ഹേ? ഖുഷ്ബു. ഓക്കെ, ഖുഷ്ബു. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കാണുന്നത്. എൻ്റെ ദൈവമേ. ये क्या है? ब्रासा. അതെന്തിനാ ആഡ് ചെയ്യുന്നത്? आपको खाना मैडम? ആ, തീ ഇടാൻ പോകും. ഓ, തീ ഇടാനായിരിക്കും ബ്രാസ് ഇട്ട്. ഓക്കെ. ആ ഭയ്യ सीधा डरो मत आप, कुछ नहीं. एक सेकंड भैया. आप पूरा खोलो मुंह. वो खोल दो. टू खोलो आप. डरो मत, खोलो आप और खोलो. आँख मूंद करके खा जाओ, कोई दिक्कत नहीं. इसके साथ खाओ ना आप. इसके साथ खाओ.
പുകയോ हाँ खा लो പുകയൊന്നും വന്നില്ല. नहीं खाना तो बाहर निकाल देना ഇനി വേണ്ട. ആ लो कोई दिक्कत नहीं खा जाओ इसको भी खा जाओ ना मीठा लगेगा ഒന്നും പറയാൻ പറ്റുന്നില്ല. आपको सब मीठा चॉकलेट ജോർജിയും വന്നില്ല, ഒരു തീയും വന്നില്ല ഗൈസ്. ജ്യോതിയും വന്നില്ല, ഒരു തീയും വന്നില്ല. ഞാൻ ഓർത്ത് മറ്റേ വായിക്കൂടെ പുക വരുന്ന ഒന്നും വന്നില്ല. എന്താ പറയാ, ജീരകം കുറെ മധുരം ഇട്ടിട്ട് കഴിക്കുന്ന പോലെ ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ കുറച്ച് കഴിച്ചിട്ട് ബാക്കി ഞാൻ തുപ്പിക്കളഞ്ഞു. കാരണം എന്താണെന്നറിയോ, ഭയങ്കര മധുരം, എന്തോ ഒരുമാതിരി എനിക്കാണെങ്കിൽ ചവയ്ക്കാൻ പറ്റുന്നില്ല. എൻ്റെ കുഞ്ഞ് വായിക്കകത്ത് നിറയെ വെറ്റിലെ മറ്റു സാധനം അതൊക്കെ കൂടെ നിറച്ച് വെച്ച് കഴിഞ്ഞാൽ മോന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. കുറച്ച് കഴിച്ചിട്ട് ഞാൻ തുപ്പിക്കളഞ്ഞു. ഇതൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പക്ഷെ എനിക്ക് ഒരു പുക വരണം എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അത് നടന്നില്ല. കുഴപ്പമില്ല, ചിലരത് ശരിയാവും, ചിലരത് ശരിയാവില്ല. എൻ്റെ എന്തായാലും ശരിയായില്ല. അങ്ങനെ രുചികരമായ ഒരുപാട് നല്ല ഭക്ഷണങ്ങൾ കഴിച്ചു. ഫയർ പാൻ ട്രൈ ചെയ്ത് ഒടുവിൽ ഞാൻ ഈ മനോഹരമായ ഹരിയാന എന്ന് പറയുന്ന നഗരത്തോട് വിട പറയാണ്. എനിക്ക് ഭയങ്കര 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 ഇഷ്ടപ്പെട്ടു ഹരിയാന. ഞാൻ ഇനി എന്തായാലും വരും. അപ്പോൾ നിങ്ങൾ ഹരിയാനയിൽ വരണമെങ്കിൽ എവിടെയൊക്കെ വരണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ. ഇനി നമുക്ക് നാളെ വേറൊരു ഡെസ്റ്റിനേഷനിൽ പോവാം. ആ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് അറിയാനായിട്ട് മറക്കാതെ കാണുക അറിയാരുചികളും കാണാക്കാഴ്ചകളും നമ്മുടെ സ്വന്തം കൗമുദി ടിവിയിൽ. See you.